ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാണ്ടിരിക്കുന്ന നമ്മുടെ അജിമോൻ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരിടത്ത് പോവുക. എല്ലാവരും ചോദിക്കും അമ്മച്ചിയുടെ വീഡിയോയ്ക്കകത്ത് അജിമോനൊരു സന്തോഷമില്ല, അമ്മച്ചിയുടെ കൂടെ വീഡിയോയ്ക്കകത്ത് ഇരിക്കാൻ ഇഷ്ടമില്ലയോ എന്നാണ് ചോദിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരിടത്ത് പോകാമെന്ന്. ഷാളൊക്കെ തന്നെ ഇങ്ങോട്ട് പിന്നെ പെട്ടെന്ന് ഓടി വരുമായിരുന്നു. ഈ ബാഗൊന്നും ഇടിച്ചേക്കളെ. ഞങ്ങൾ വണ്ടിയിലിരിക്കുമോ കേട്ടോ. അയ്യോ നല്ല പണിയാണ്. ഷാളൊന്ന് പിടിച്ചിടാൻ പറഞ്ഞപ്പോൾ ഷാളെല്ലാം വലിച്ച് പറിച്ച് പന്നലാക്കിയായിരുന്നു. പിന്നെ എല്ലാം ഒരുമാതിരിയാക്കി പെട്ടെന്ന് വലിച്ചു വാരിയിട്ട് ഓടുമായിരുന്നു ചെയ്തത്. പിന്നെ അതിനെന്തോ ഞാൻ മുതുക്കിയായില്ലയെന്ന് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എനിക്ക് ഡൈ ഒന്നും അടിക്കുന്ന ഇഷ്ടമല്ല. പിന്നെ അങ്ങ് ഭയങ്കര ഈ കുമ്പളങ്ങ വല്യമ്മയാവുകയാണെങ്കിൽ നമുക്ക് ഡൈ ഒക്കെ വേണമെന്ന് വെച്ചാൽ അടിക്കാം. ഇത്രയും നാളായിട്ട് ഞാൻ എൻ്റെ തലമുടിയിൽ യാതൊരു കളറും ചെയ്തിട്ടില്ല. പിന്നെ ഒന്നാമത് മുടിയില്ലാത്തവള, മുടിയെന്ന് പറഞ്ഞതില്ല. പിന്നെ ഇത് കണ്ട ഇങ്ങനെയൊക്കെയാ. ഞങ്ങൾ രണ്ടുപേരോട് ഒരിടത്ത് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചുകൊണ്ട് പോകുന്ന കാര്യം നടക്കുമെന്നൊന്നും അറിയത്തില്ല. ഞങ്ങൾ പുനലൂർ വരെ ഒന്ന് പോവാം. പിന്നെ സമയം അങ്ങ് പോയി. അജുവിനോട് ഞാൻ രാവിലെ പറഞ്ഞു, മോനെ രാവിലെ എണീറ്റ് അജുവിനെ കാണിക്കാൻ പറഞ്ഞു. കണ്ട എല്ലാവർക്കും അജുമോനെ കാണാനാണ് ഇഷ്ടം. രാവിലെ ഞാൻ പറഞ്ഞതാണ് കുഞ്ഞിനോട്, മക്കളെ രാവിലെ എണീറ്റ് പോയിട്ട് കോഴിക്ക് തീറ്റി കൊടുത്തിട്ട് പോകാൻ മോനെ എന്ന് പറഞ്ഞപ്പോൾ അജു കേട്ടില്ല. അജു അപ്പോഴത്തേന് വണ്ടി ഇവിടെ കൊണ്ടുവന്ന് പത്തിനടുത്ത് നിർത്തിയിട്ടേക്കും കേട്ടോ. അവർ കാപ്പി കുടിക്കാൻ പോയി. എന്നിട്ടാണെങ്കിൽ ഈ അജു അന്നേരം എന്തോ ചെയ്ത് ഒട്ടുപാലും എല്ലാം എടുക്കാനായിട്ട് ഇറങ്ങിപ്പോയി. പിന്നെ അതുകൊണ്ട് സമയം താമസിച്ച് അന്നേരേ അതിന് കൊടുത്തിട്ട് 8-8:30 ആകുമ്പോഴത്തേന് ഇറങ്ങിയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കറക്റ്റ് സമയത്ത് ചെല്ലായിരുന്നു. 9:30 ചെല്ലണമെന്ന് പറഞ്ഞു. ഇപ്പം സമയം 9:30 എന്നിട്ട് ഇവിടുന്ന് പോകാൻ പറ്റിയിട്ടില്ല. ഇവിടെ തന്നെ ഞങ്ങളിങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. അവരിനിയും കാപ്പി കുടിച്ചിട്ട് വരുമ്പോഴത്തേനും അവർ കാപ്പി കുടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ അതിനി 10 മണിയാവുമെന്ന് ഞാൻ വിചാരിച്ചതാണ് വരുമ്പോഴത്തേക്ക്. ഇപ്പം ഇനി നമുക്ക് അവിടെ ചെന്നൊന്ന് നോക്കാം. അവിടെ ചെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമെങ്കിൽ മാത്രമേ ഈ വീഡിയോ ഇടത്തുള്ളൂ, ഇല്ലെങ്കിൽ ഈ വീഡിയോ ഇടത്തില്ല. അജു കണ്ടിരിക്കുന്ന അജു ആണെങ്കിലുണ്ടല്ലോ, അജു എങ്ങനെയാണെന്നറിയോ, കഴിഞ്ഞ ദിവസം മയിലിനെ കാണാനായിട്ടൊക്കെ മയിലിൻ്റെ വീഡിയോ എടുക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മേളിൽ എപ്പോഴും നമ്മുടെ ഇവിടെ വരുന്ന കണ്ണൻകുട്ടനെ കേട്ടോ. പിന്നെ മയിൽ അവനെ ഹസൻകുട്ടിയണ്ണൻ്റെ കടയിൽ നിന്ന് തിന്നുകയും കുടിക്കുകയും എല്ലാം ചെയ്യുന്നത് എപ്പോഴും. അജുവും കൊടുക്കും. അജുവിനെ കാണുമ്പോഴത്തേന് ഭയങ്കര സന്തോഷം. എപ്പോഴും അവിടെ വെച്ച് കാണുന്നുണ്ട്. വീഡിയോ എടുക്കാനായിട്ട് അപ്പോഴത്തേന് യൂട്യൂബുകാരെല്ലാം കൂടെ വന്ന് അവിടെ കുത്തിയിരുന്നപ്പോഴത്തേന് അജുവിൻ്റെ ചിരി കണ്ടോ. ഒരു മിനിറ്റ് പോലും പിന്നെ അത് അവിടെ ഇരിക്കത്തില്ലായിരുന്നു നമ്മുടെ മയിൽ. അങ്ങനെ ഒരു ദിവസം തിന്നാൻ വന്ന പോലെ രാവിലെ മുതൽ രാത്രി വരെ വീഡിയോ എടുക്കാനായിട്ട് വന്ന് മൊബൈൽ ഫോണും ക്യാമറയും എല്ലാം പിടിച്ചുകൊണ്ട് വന്ന് കുത്തിയിരിക്കും. അവൻ അതൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി. അവൻ വിചാരിച്ച് അവനെ പിടിച്ചുകൊണ്ട് പോകാൻ വരുവാന്ന് പറഞ്ഞുകൊണ്ട് അവൻ പിന്നെ അവിടെ വന്നതേ ഇല്ല. അവിടെ ചെന്നിട്ട് കാണാം. എന്നിട്ടുണ്ടല്ലോ യൂട്യൂബുകാരെല്ലാം കൂടെ നമ്മുടെ വീട്ടിൽ ഇവൻ്റെ കൂടെ വന്നിട്ട് ഇവൻ്റെ വീഡിയോയോ ഒക്കെ എടുത്ത്, അപ്പോൾ ഇവൻ എന്തോ ചിരിച്ചുകൊണ്ട് നിന്ന് അവരോടങ്ങ് സംസാരിക്കുമോ. അവർ ചോദിക്കുന്നതിന് മറുപടി എല്ലാം ഞാനൊരു വീഡിയോ എടുക്കുമ്പോൾ മാത്രം ഇവൻ വന്ന് നിൽക്കത്തില്ല. ഇവന് കുശുമ്പ. ഇപ്പം പറയുന്നുണ്ട് ഇവനൊരു കുശുമ്പനാണ് കേട്ടോ. ശുംബി. അത് കുശുമ്പെന്ന് പറഞ്ഞാൽ അത് ഇന്നെന്നോട് പറയാം, നോക്ക് എനിക്കാണെങ്കിൽ ഇത്ര സബ്സ്ക്രൈബറേ ആയിട്ടുള്ളൂ, ഇപ്പം എനിക്ക് സബ്സ്ക്രൈബറേ കൂടുന്നില്ല. ആരെ ഈ കുത്തിയിരുന്ന് ഇങ്ങനെ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്? എളുപ്പം സബ്സ്ക്രൈബറെല്ലാം അങ്ങ് ആവും അമ്മച്ചിക്ക്. എനിക്ക് സബ്സ്ക്രൈബർ ആയാലും അവന് സബ്സ്ക്രൈബർ ആയാലും നമുക്ക് എല്ലാവർക്കും കൂടെ പ്രയോജനം. അത് അവന് മനസ്സിലാവും. അവന് കുഞ്ഞായതുകൊണ്ട് അവനത് അറിയത്തില്ല. അവന് 1,07,000 സബ്സ്ക്രൈബറുണ്ട്. ഏതെങ്കിലും ഒരു കുഞ്ഞുങ്ങളാണെങ്കിൽ മാസം എത്ര രൂപ, 10 2,000 സബ്സ്ക്രൈബറൊക്കെ ഉള്ള മനുഷ്യർ ആണെങ്കിൽ നല്ല പോലെ മാസം പൈസ മേടിക്കുന്ന ആൾക്കാരുണ്ട്. ഈ അജുവിനാണെങ്കിൽ ഇത്രയും സബ്സ്ക്രൈബറൊക്കെ ഉണ്ടായിട്ടും അജു ആണെങ്കിൽ ഒരു രൂപ പോലും ഇന്ന് വരെ അജുവിന് അതുകൊണ്ട് മേടിക്കാനായിട്ട് ഒത്തിട്ടില്ലെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ മാലയുണ്ട്, അത് പണ്ടത്തെ മാലയാണ് കേട്ടോ. അത് ഞാനിങ്ങനെ ഇറങ്ങി പോകുന്നതായിരുന്നു കേട്ടോ. പോന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കഴുത്ത് എഴുതാൻ ഒന്നും ഇല്ലാത്ത പോലെ തോന്നി. എന്നിട്ട് ഞാൻ ഓടിപ്പോയി ഈ മാല എടുത്തുകൊണ്ട് വന്ന് കഴുത്തേലങ്ങിട്ടതാണ്.
ഞാനും അജിമോനും കൂടെ പിന്നെ പോയിട്ട് വന്നു കേട്ടോ. ഞങ്ങൾ പോയി. പിന്നെ അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവിടെ ഒരു പിന്നെ ഇതുണ്ടായിരുന്നു. പിന്നെ പിന്നെ അതിൽ അജിമോനെ പിന്നെ സെലക്ട് ആയിട്ടുണ്ട്. സെലക്റ്റായി. ഇപ്പോൾ അവിടെ 65 പേരായിരുന്നു ഉള്ളത്. 65 കുട്ടികൾ വന്നായിരുന്നു. 65 പേരിൽ പിന്നെ 38 കുട്ടികൾ ഇതായിട്ടുണ്ട്. അതിന് 15 പേർക്ക് ഇപ്പോൾ സീറ്റ് കിട്ടുന്നത്. പിന്നെ 35 പേരിൽ 20 പേർക്ക് 15 പേർക്ക് അങ്ങോട്ട് സീറ്റുള്ള അതിൽ 15 പേർക്ക് സീറ്റ് കിട്ടിയേക്കുന്നതിൽ പിന്നെ അജിമോന ഒരാൾ കേട്ടോ. നമ്മുടെ അജിമോന ഒരാൾ 20,000 രൂപ 22,500 രൂപ അടയ്ക്കണം. നാളെ പിന്നെ 10:30 ആകുമ്പോഴാണ് കൊണ്ടുവന്ന് അടയ്ക്കാൻ പറഞ്ഞ്. പക്ഷേ അജു ഒത്തിരി ആഗ്രഹിച്ചു. എനിക്കും ഒരുപാട് ആഗ്രഹമുണ്ട്. ഞാൻ നിങ്ങളോട് പിന്നെ ഞാൻ ഹാരീഷ് ഭായിയോട് പറഞ്ഞു. നമ്മുടെ ഹാരീഷ് മോനോട് ഞാൻ ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഫാമിലിയിലുള്ളവർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ഇടുക. അവന് ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ അതിൽ ആ ഒരു പിന്നെ കേന്ദ്ര പിന്നെ ഗവൺമെൻറ്റിൻ്റെ അത്. പക്ഷെ അതിനകത്ത് പിന്നെ എനിക്ക് പറയാനും എനിക്ക് ഇതാവുന്നു, മനസ്സിന് വിഷമം കൊണ്ട്. അതിനകത്ത് പിന്നെ പിന്നെ നേഴ്സ് ആൺകുട്ടിയൊക്കെ ഇല്ല. പിന്നെ ഡോക്ടറുണ്ട്. അതിന് 30,000 രൂപ അടച്ചാൽ മാത്രമേ പിന്നെ അതിൻ്റെ എല്ലാം പഠിച്ച് ഇതാവാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇപ്പം മുതലേ അതിൻ്റെ ഇതൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പിന്നെ +2 കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയായി. ബാക്കി അവർക്ക് പഠിച്ച് മുമ്പോട്ട് പോകാമെന്നൊക്കെയായിരുന്നു. അപ്പോൾ അജിമോൻ പറഞ്ഞു അത്രയും പൈസയൊന്നും നമുക്ക് എടുക്കാനില്ലാത്തതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഒന്നും പറയുന്നില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒന്നുമില്ലാത്തതുകൊണ്ട് ഇതെന്തോ വാലും ചേലും ഇല്ലാതെ പറയുന്നതെന്ന് നിങ്ങൾ ചോദിക്കും. എനിക്ക് സങ്കടം, എൻ്റെ മനസ്സ് നിറച്ച് സങ്കടം. എനിക്ക് അവന് വേണ്ടി ഒന്നും ചെയ്യാനും ഒക്കുന്നില്ലെന്നുള്ളൊരു സങ്കടം. എൻ്റെ മാല ഉണ്ടായിരുന്നെങ്കിൽ അതുകൊണ്ട് പണയം വെക്കായിരുന്നു. ഒന്നുമില്ല, എൻ്റെ കയ്യിരിപ്പില്ല. ഈ ഒരു കമ്മൽ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഞാത്ത് നാൾക്ക് കൊണ്ടുവന്ന് പണയം വെച്ചായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതേ ഉള്ളൂ. അതുകൊണ്ടൊന്നും പറയാനില്ല, ഒന്നും ചെയ്യുന്നില്ല. എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. നമ്മളോട് പിന്നെ നമ്മൾ ബുക്ക് ചെയ്ത് ഇടണമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ബുക്കും ചെയ്തു. പിന്നെ നമുക്ക് പിന്നെ നാളെ ഇതിനായിട്ട് ഞാനത് ബുക്ക് ചെയ്യുകയോ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു പൈസ കൊണ്ടുവന്നിട്ട് നാളെ കൊണ്ടുവന്ന് അടയ്ക്കണമെന്ന് പറഞ്ഞു. 22,500 രൂപ അടയ്ക്കാൻ പറഞ്ഞു. എനിക്ക് മാർഗമില്ല. 22,500 രൂപ അടയ്ക്കാൻ. അവന് നല്ല വിഷമമൊക്കെ ഉണ്ട്. സാരമില്ല, ഇനിയുണ്ടല്ലോ സമയങ്ങൾ. ഇനി സമയങ്ങൾ വരും. ഇനി ഇതുപോലത്തെ ഇതൊക്കെ വരുമായിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും. താങ്ക് യു. ഇത്രയേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ആരോടാണ് ഇതൊക്കെ പറയുന്നത്? ഇതെന്തുവാ ഏതാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഏതാ വാലും ചേലും ഇല്ലാതെ പറയുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിന് സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത്. സാരമില്ല. അവൻ പറഞ്ഞ് +2 എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് എനിക്കൊരു കുഞ്ഞു ജോലി കിട്ടുമെന്ന് എൻ്റെ അമ്മച്ചി എനിക്ക് സംരക്ഷിക്കാൻ എനിക്ക് ഇങ്ങനെ കിടന്ന് ഓടിച്ചാടി കഷ്ടപ്പെടണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ ഓടിപ്പോയത്. ഇതിനൊക്കെ സാരമില്ല. +2 കഴിയുമ്പോഴത്തേനും അവൻ എന്തെങ്കിലും ഒരു മാർഗമാവുമെന്ന് അവൻ പറഞ്ഞ്. എൻ്റെ അമ്മച്ചിയെ എനിക്ക് നോക്കണം, ഇങ്ങനെ നോക്കിയാൽ പോരാ എൻ്റെ അമ്മച്ചിയെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഇറങ്ങി പോയത്. അവൻ്റെ സ്വന്തം ഇഷ്ടത്തിന്. സാരമില്ല. താങ്ക് യു. ഇത്രയൊക്കെ ഉള്ളൂ. ഇത് രാവിലെ നിങ്ങളോട് പറയണമെന്ന് ഞാൻ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയ വഴിക്ക്. ഇത് സക്സസ് ആയില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇടത്തിരുന്നു. പക്ഷേ സക്സസ് ആയി. പക്ഷേ നമുക്ക് മാർഗമില്ലാത്തതുകൊണ്ട് ഒന്നും നടക്കത്തില്ല. അത്രയേ ഉള്ളൂ. ഞാൻ സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും ഒക്കെ കരയും കേട്ടോ. കരയുന്നതെന്ന് പറഞ്ഞ് എന്നെ ചീത്ത വിളിക്കേണ്ട. വിഷമം കൊണ്ടങ്ങ് മനസ്സിനെ പിടിച്ചാൽ കിട്ടുന്നില്ല. എന്തോ സംഭവം എന്നൊന്നും ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
താങ്ക് യു.